കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വന്ന കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2. ബൈബിളിനെ അറിയുവാനും ബൈബിളിനെ സ്നേഹിക്കുവാനുമായി പാലക്കാട് രൂപതാ മാതൃവേദിയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തന്നെ പിന്തുടരുന്നവർക്ക് ഒരുപാട് മോഹന വാഗ്ദാനങ്ങളൊന്നും അവൻ നൽകുന്നില്ല. മറിച്ച് ദുഃഖങ്ങളും വേദനകളും കഷ്ടതകളുമെല്ലാം ഒരുപാട് നൽകുന്നുമുണ്ട്. പരാതിയുള്ളവരോട് കാൽവരിയിലേക്കാണ് അവൻ വിരൽ ചൂണ്ടുന്നത്. തങ്ങളുടെ വേദനകളെല്ലാം മനസ്സിൽ സ്വീകരിച്ച് ലോകത്തോട് സുവിശേഷം പറയാൻ ഇന്നും പുതിയ 3 ടീമുകൾ റെഡിയാണ്. നമുക്ക് അവരെ പരിചയപ്പെടാം. നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞങ്ങൾ ഒലവക്കോടുന്ന്. എങ്ങനെയുണ്ടായിരുന്നു ഈ പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സ്പീരിയൻസ്? ഞങ്ങൾക്ക് വചനം കൂടുതൽ പഠിക്കാനും വചനത്തിനോട് കൂടുതൽ ഒരു സ്നേഹം തോന്നാൻ തുടങ്ങി ശരിക്കും. പിന്നെ ഞങ്ങളുടെ ഇടയിലൊരു ബോണ്ട്, ഞങ്ങൾ ഒന്നിച്ചുകൂടി പഠിക്കാനും അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായി. ഞങ്ങളുടെ പഠനത്തിൻ്റെ കൂടെ ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളും ഷെയർ ചെയ്ത് ഞങ്ങളങ്ങനെ ഒരു കുടുംബമായി, ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു. നേരത്തെ നിങ്ങളുടെ മാതൃവേദിയൊക്കെ ആക്റ്റീവ് ആയിരുന്നു? ആയിരുന്നു. ഞങ്ങൾ അത്യാവശ്യം ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ? ഞങ്ങളിങ്ങനെ പാവപ്പെട്ടവർക്ക് സാമ്പത്തിക സഹായങ്ങൾ ചെയ്യാറുണ്ട്, അസുഖങ്ങളുള്ളവർക്ക്, പിന്നെ കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയുള്ള സഹായങ്ങൾ. വചനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം എന്താണ്? നിങ്ങളിത് വചനം കൂടുതൽ പഠിക്കാൻ തുടങ്ങിയതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും നമുക്കത് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കാറുണ്ട്. എങ്ങനെയുള്ള സാഹചര്യങ്ങൾ? നമുക്കൊരു തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത നിമിഷങ്ങളിൽ നമ്മുടെ വിശുദ്ധ ലിഖിതങ്ങളിൽ ഒരുപാട് വചനങ്ങളിലൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഒരു തീരുമാനത്തിലെത്താനായിട്ട് സാധിക്കാറുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈശോ നേരിട്ട് ഇടപെട്ടു എന്ന് തോന്നുന്ന ഒരു അനുഭവം പങ്കുവയ്ക്കാം? ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ പെനുവേൽ ക്വിസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ വരുമ്പോൾ നമ്മളത് കഴിഞ്ഞ് ഇറങ്ങി. അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജിലേക്ക് സെലക്ഷൻ ആയപ്പോൾ അത് നമുക്ക് പഠിക്കാനുള്ള പോർഷൻസ് തന്ന അതേ സമയത്താണ് എൻ്റെ 10th ലെവൽ പ്രിലിംസിൻ്റെ എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്ന് എക്സാമിന് വിളിക്കുന്നത്. അപ്പോൾ ഏത് പഠിക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യത്തിൽ തന്നെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു നന്നായി പഠിക്കാനായിട്ട്, അടുത്ത സ്റ്റേജ് കടക്കണം എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ പ്രിലിംസിന് പഠിക്കാതെയാണ് എക്സാമിന് പോയത്. എക്സാം ഹാളിൽ കയറിയിട്ട് മുന്നേ എൻ്റെ കയ്യിൽ ഒരു ബുക്കില്ല, അത്രയും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഞാൻ ഒന്നും പഠിക്കാത്തതുകൊണ്ട് പിന്നെ അവസാന മിനിറ്റിൽ പഠിക്കാനിരുന്നിട്ട് കാര്യമില്ലയെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ കഴിഞ്ഞ വർഷം 10th പ്രിലിംസിന് 2 മാസം ഇരുന്ന് പഠിച്ച അതേ മാർക്കിനേക്കാളും കൂടുതൽ മാർക്ക് ഞാൻ ഒരു ബുക്ക് ഒന്ന് മറിച്ചു പോലും നോക്കാതെ എനിക്ക് ഈ വട്ടത്തെ എക്സാമിന് ഞാൻ ആൻസർ കീ വെച്ച് നോക്കിയപ്പോൾ റിസൾട്ട് വന്നിട്ടില്ല, പക്ഷേ ആൻസർ കീയിൽ എനിക്ക് കിട്ടിയതായി കണ്ടു. അതൊരു വലിയൊരു അനുഭവമായി തോന്നി. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്ന വചനമാണ് നമുക്കിപ്പോൾ ഈ ഒരു അനുഭവത്തിലൂടെ നമുക്ക് ഓർമ്മ വരുന്നത്. നിങ്ങൾ മുൻപോട്ട് വരിക. നിങ്ങളുടെ ലോട്ട് ഇവിടെ തയ്യാറാണ്. ഒരെണ്ണം എടുക്കുക. നമുക്ക് ടേബിൾ ഏതാണെന്ന് വരും. രണ്ടാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, പോയിക്കോ. ആദ്യത്തെ ടീം ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്ക് അടുത്ത ടീമിനെ പരിചയപ്പെടാം. നിങ്ങൾ എവിടുന്നാ വരുന്നേ? ലൂർദ് മദർ ഫ്രെയിൻ ചർച്ച് വടക്കഞ്ചേരി.
നിങ്ങളുടെ എത്ര കുടുംബങ്ങളുണ്ട് നിങ്ങളുടെ ഇടവകയിൽ? ഏകദേശം 600 കുടുംബങ്ങളാണ് ഞങ്ങളുടെ ഇടവകയിലുള്ളത്. 600 കുടുംബങ്ങളുണ്ട്. ഏകദേശം വലിയ ഇടവകയാണ്. ഇടവകയാണ്. വലിയ ഇടവകയിൽ നിന്ന് നിങ്ങൾ 7 പേരൂടെ വരാൻ സെലക്ഷനൊക്കെ ബുദ്ധിമുട്ടിയോ? ആര് പോകണം ആര് പോകണ്ട എന്നൊക്കെ തീരുമാനിച്ചു? കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ചെയ്തു. നല്ല ഉത്സാഹത്തോടെ പഠിച്ച് മുന്നേറേണ്ട ഒരു പരിപാടി ആയതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഞങ്ങളൊരു ടീമിനെ സെലക്ട് ചെയ്തത്. അപ്പം ഇത്രയും പേരിൽ നിന്നും ബെസ്റ്റാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. തീർച്ചയായും. അതെ. നിങ്ങൾ എങ്ങനെയാണ് ഈ പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന് വേണ്ടി ഒരുങ്ങിയത്? ആദ്യം ഞങ്ങൾക്ക് ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു CCC പഠിക്കുന്നതിനെ കുറിച്ചൊക്കെ. പിന്നെ ഞങ്ങൾ ആദ്യം അത് വായിച്ചപ്പോൾ കൃത്യമായി മനസ്സിലായില്ലെങ്കിലും ഒരു അച്ഛൻ്റെ സഹായത്തോടെ വളരെ നന്നായിട്ട് അത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിച്ചു. പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും ഗൂഗിൾ മീറ്റ് 9 മണി തൊട്ട് 10 മണി വരെ അതിലൂടെ ഞങ്ങൾ പരസ്പരം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് പഠിച്ച് ക്വസ്റ്റ്യൻ പരസ്പരം ചോദിച്ച് ആൻസറൊക്കെ പറഞ്ഞ് പഠിച്ചിരുന്നു. ഈ ആദ്യം ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു? ഇതിൽ പങ്കെടുക്കണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടായോ? താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഒത്തിരി കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റേജുകൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെയാണ് അതിൽ അവസാനം വരെ എത്തേണ്ടി വരുമ്പോൾ പൂർണ്ണമായിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. ഫസ്റ്റ് റൗണ്ട്സ് TV-യിലൊക്കെ കണ്ടപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ ഒരു വീട്ടുകാരുടെയും ഇടവകങ്ങളുടെയും എല്ലാം ഒരു പ്രതികരണം? ഫസ്റ്റ് റൗണ്ട് കണ്ടപ്പോൾ സന്തോഷമാണ്. വീട്ടിലെല്ലാവർക്കും നല്ല പ്രോത്സാഹനമാണ്. അവർ എപ്പോഴാണ് TV-യിൽ പ്രോഗ്രാം വരുന്നതെന്ന് ഓർത്ത് കാത്തിരിക്കുകയാണ്. പോയിട്ട് വിജയിച്ചു വായോ എന്നുള്ളൊരു അനുഗ്രഹത്തോടെയാണ് ഞങ്ങളെയൊക്കെ വീട്ടിൽ നിന്ന് വിട്ടിരിക്കുന്നത്. നിങ്ങളുടെ കുടുംബങ്ങളിൽ ഈ വചനം കൂടുതലായിട്ട് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ ഒരു മാറ്റം എന്താണ്? ഞങ്ങൾ തീർച്ചയായിട്ടും അമ്മമാരെന്ന നിലയ്ക്ക് മക്കളുടെ കാര്യത്തിലാണ് നമുക്ക് നല്ല ഉത്കണ്ഠ ഉണ്ടാകുന്നത്. പക്ഷേ ഈ വചനം വായിച്ച് ശാലോമിലൊക്കെ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നതിൽ പിന്നെ മക്കളൊക്കെ കുറേ കൂടി ദൈവാനുഭവത്തിലേക്ക് വന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കർത്താവ് നമ്മളെ വിട്ടിരിക്കുന്നത് ലോകത്തോട് വചനം പറയാൻ വേണ്ടിയാണല്ലോ. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുകയും എന്നാണ് കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അത് തന്നെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുന്നോട്ട് വരാം, ലോട്ടെടുക്കാം, നമ്മുടെ ടേബിൾ ഏതാണെന്ന് തീരുമാനിക്കാം. ആരെങ്കിലും ഒരാൾ വന്നിട്ട് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 3ാമത്തെ ടേബിളാണ്. കഴിഞ്ഞ പ്രാവശ്യം ഏതായിരുന്നു? 2ആയിരുന്നു. സന്തോഷമാണ്. പോവാം. അമ്മമാരുടെ ഉത്സാഹം തന്നെയാണ് ഈ പ്രോഗ്രാമിന്റെ വിജയം. അടുത്ത ടീമും റെഡിയാണ്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഹായ്, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? സെന്റ് ആന്റണീസ് ചർച്ച് പൊമ്പ്ര. എത്ര ഇടവകങ്ങളുണ്ട് നിങ്ങൾ? 95 അധികം. എങ്ങനെയാണ് നിങ്ങൾ ഇതിന് തയ്യാറായത് ഈ പ്രോഗ്രാമിന് വേണ്ടി? ഞങ്ങൾ പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ കിട്ടിയ സമയത്ത് തന്നെ തനിയെ വീട്ടിലിരുന്ന് വായിക്കാൻ തുടങ്ങി. വായിച്ച് അത്യാവശ്യം പഠിച്ചു. പിന്നെ ഞങ്ങൾ എല്ലാവർക്കും സൗകര്യപ്രദമായ ഒരു ദിവസം കോൺവെൻറ്റിലോ പള്ളിയിലോ ഒരുമിച്ച് കൂടിയിട്ട് പരസ്പരം ചോദ്യങ്ങൾ ചോദിച്ചും നമുക്ക് കിട്ടിയ ചോദ്യം അവരോട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ചോദിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചോദിച്ച് പഠിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ എന്തായിരുന്നു നിങ്ങൾക്ക് തോന്നിയത്? ആദ്യ സമയത്ത് വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു ചെറിയ ഉത്കണ്ഠയുണ്ടായിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി കൂടുതൽ ഒരു സന്തോഷമായി. ഇവിടെ വരുന്ന ഓരോ അമ്മമാരോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ ഒരു ദൈവാനുഭവം പങ്കുവയ്ക്കാമോ? കാരണം അനുഭവങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോൾ അത് കേൾക്കുന്നവർക്കും ദൈവത്തോട് കൂടുതൽ അടുക്കാനുള്ള ഒരു പ്രചോദനം ലഭിക്കും. നിങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാം? അത് ഞങ്ങളുടെ കുടുംബത്തിൽ ഉള്ളവർക്കും കൂടുതൽ പ്രചോദനമായിരുന്നു. കാരണം ഇന്ന് പഠിക്കുന്നില്ലേ, വചനം പഠിക്കുന്നില്ലേ എന്ന് അവർ ഞങ്ങളോട് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. കാരണം ഓരോ ദിവസം അടുക്കും തോറും അവർ ഞങ്ങളോട് കൂടുതൽ വചനം ചോദിക്കാൻ തുടങ്ങി. അത്രയും ഒരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക്. ഓക്കെ, മറ്റു 2 ടീമുകൾ റെഡിയാണ്. നിങ്ങളും റെഡി ആയിരിക്കുകയാണ്. ലോട്ടെടുക്കാം. നിങ്ങൾ ടേബിൾ ഏതാണെന്ന് തീരുമാനിക്കാം. വരൂ, ഒരാൾ. ഓക്കെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 1ാമത്തെ ടേബിളാണ്. പോയിക്കോ. ആവേശകരമായ മത്സരത്തിനായി ഇന്ന് നമ്മോട് കൂടി വേദി പങ്കിടുന്നത് ടീം ഒലവക്കോട്, ടീം പൊമ്പ്ര, ടീം വടക്കഞ്ചേരി. ഇനി സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ ക്വിസ് മാസ്റ്ററിനെയാണ്. സ്വാഗതം ചെയ്യാം നമ്മുടെ ക്വിസ് മാസ്റ്റർ ഡോക്ടർ ഫാദർ അരുൺ കലമറ്റത്തിൽ. പെനുവേൽ, ദ ഫേസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ചൈതന്യമാർന്ന മുഖം. ആ മുഖമാണ് വചനത്തിൽ തെളിയുന്നത്. നാം ആരംഭിക്കുകയാണ് പുതിയൊരു എപ്പിസോഡ്. പമ്പ്ര,
കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഏത് സ്ഥാനത്തായിരുന്നു? 2 ടീമും ഫസ്റ്റ് ആയിരുന്നു. 2 ഫസ്റ്റ് ടീമുകളായിരുന്നു. അങ്ങനെയാണ് നിങ്ങൾ ഈ റൗണ്ടിലേക്ക് പ്രവേശിച്ചത്. ഒലവക്കോട് നിങ്ങൾ ഫസ്റ്റ് ആയിരുന്നു. വടക്കഞ്ചേരി നിങ്ങൾ സെക്കൻഡ് ആയി. ചെറിയ പോയിന്റുകളുടെ വ്യത്യാസത്തിലൊക്കെയാണ് ഫസ്റ്റും സെക്കൻഡും ഒക്കെ മാറി മറിയുന്നത്. നമ്മൾ 2ാം ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ മത്സരത്തിന് നിങ്ങൾക്ക് പരിചയമുള്ളതുപോലെ 5 റൗണ്ട് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ആവേശകരമായ ഒരു മത്സരം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഇതിൻ്റെ ക്രമം ഇങ്ങനെയാണ്. ഒരു ടീമിനോട് ചോദ്യം ചോദിക്കും. ആ ടീം ചോദ്യത്തിൻ്റെ ഉത്തരം ആലോചിച്ചുകൊണ്ടിരിക്കെ മറ്റ് 2 ടീമുകളും തങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന കടലാസിൽ രേഖപ്പെടുത്തും. അത് കഴിയുമ്പോൾ ചോദ്യം നൽകിയ ടീമിനോട് ഉത്തരം പറയാൻ ആവശ്യപ്പെടും. അവരുടെ ഉത്തരം ശരിയെങ്കിൽ അവർക്ക് 30 പോയിന്റുകൾ ലഭിക്കും. അതിനുശേഷം മറ്റ് 2 ടീമുകളും അവരെഴുതിയിരിക്കുന്ന ഉത്തരം എന്താണെന്ന് പരിശോധിക്കും. അവരുടെ ഉത്തരം ശരിയെങ്കിൽ അവർക്ക് 20 പോയിന്റുകൾ ലഭിക്കും. അതായത് ഒരു ചോദ്യത്തിന് തന്നെ 3 ടീമുകൾക്കും പോയിന്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പരമാവധി പോയിന്റുകൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നാം ആരംഭിക്കുകയാണ്. ടീം പമ്പ്ര. ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചു, ഈശോയെ, അങ്ങേക്ക് ഞങ്ങൾ എവിടെ പെസഹ ഒരുക്കണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? ഈ ചോദ്യം ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചത് എന്നാണ്? ഈ ചോദ്യം ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചത് എന്നാണ്? ആ ദിവസത്തെക്കുറിച്ച് ഒരു പരാമർശമുണ്ട്. അതാണ് നിങ്ങൾ പറയുന്നത്. സമയം അവസാനിക്കുന്നു. ടീം പമ്പ്ര ഉത്തരം അറിയാവോ? അറിയാം, പറഞ്ഞേ. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളിന്റെ 1-ാം ദിവസം. പെസഹ അർപ്പിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളിന്റെ 1-ാം ദിവസം, 1-ാമത്തെ ദിവസം. ഉത്തരം ശരിയാണ്. ടീം പമ്പ്ര, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഒലവക്കോടുകാരുടെ ദിവസം എന്നാണ്? പെസഹാബലി ഒരുക്കുന്ന 1-ാം ദിവസം. 1-ാം ദിവസം. ടീം വടക്കഞ്ചേരി പെസഹാബലി അർപ്പിക്കുന്ന 1-ാം ദിവസം. നിങ്ങൾക്ക് 2 ടീമുകൾക്കും പോയിന്റ് ലഭിക്കുകയാണ്. 20 പോയിന്റ് വീതം. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം ഒലവക്കോടിനോടാണ്. ഈശോയുടെ കുരിശുമായുള്ള യാത്രയിൽ ഈശോയുടെ കുരിശു ചുമക്കാൻ ഒരു ശിമയോനെ നിർബന്ധിക്കുന്നതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ആ ശിമയോനെ, ആ മനുഷ്യനെ എങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥം പരിചയപ്പെടുത്തുന്നത്? ഈശോയുടെ കുരിശു ചുമക്കാൻ നിർബന്ധിതനായ ശിമയോനെ മർക്കോസിന്റെ സുവിശേഷത്തിൽ പരിചയപ്പെടുത്തുന്നത് എങ്ങനെ? സോ ടീം ഒലവക്കോട് ഉത്തരം അറിയാം? അവിശേഷണം മുഴുവൻ അറിയാം? അറിയാം, പറയും. അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും പിതാവായ കിറേനേക്കാരൻ ശിമയോൻ. ഉത്തരം ശരിയാണ്. ടീം ഒലവക്കോട്, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റ് കൂടി. അഭിനന്ദനങ്ങൾ. ടീം വടക്കഞ്ചേരി, എന്താണ് നിങ്ങളുടെ ഉത്തരം? അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും പിതാവായ കിറേനേക്കാരൻ ശിമയോൻ. ടീം പമ്പ്ര, എന്താണ് നിങ്ങളുടെ ഉത്തരം? അലക്സാണ്ടറിന്റെയും റോബസിന്റെയും പിതാവ് കിറേനക്കാരൻ ശിമയോൻ നാട്ടിൻപുറത്ത് നിന്ന് വന്നു. ഉത്തരം ശരിയാണ്. ടീം വടക്കഞ്ചേരി, ടീം പമ്പ്ര, നിങ്ങൾക്ക് ലഭിക്കുന്നു 20 പോയിന്റ് വീതം. ടീം വടക്കഞ്ചേരി, വൈകുന്നേരമായപ്പോൾ അരിമത്തിയക്കാരനായ ജോസഫ് ധൈര്യപൂർവ്വം പീലാത്തോസിനെ സമീപിച്ചു. ഈ ജോസഫ് ആരായിരുന്നു എന്നാണ്, അഥവാ എന്തൊക്കെ വിശേഷണങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥം ജോസഫിന് നൽകുന്നത്? വടക്കഞ്ചേരി, ആലോചനാ സംഘത്തിലെ ബഹുമാനനായ ഒരംഗവും ദൈവരാജ്യം പ്രതീക്ഷിച്ചിരിക്കുന്നവനുമായിരുന്നു. ഉത്തരം ശരിയാണ്. ആലോചനാ സംഘത്തിലെ സെൻഹെദ്രിൻ, ആലോചനാ സംഘത്തിലെ ഒരു ബഹുമാന്യനായ ആദരണീയനായ
ഒരംഗമായിരുന്നു അദ്ദേഹം. അതോടൊപ്പം അദ്ദേഹം ദൈവരാജ്യം പ്രതീക്ഷിച്ചിരിക്കുകയുമായിരുന്നു. ഈശോയോട് ഹൃദയത്തിൽ സ്നേഹമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ടീം വടക്കഞ്ചേരി, നിങ്ങൾക്കും ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. പൊമ്പ്രയുടെ ഉത്തരം എന്താണ്? ആലോചനാ സംഘത്തിലെ ബഹുമാന്യനായ അംഗവും ദൈവരാജ്യം പ്രതീക്ഷിച്ചിരുന്നവനും. ഒലവക്കോട്? ആലോചനാ സംഘത്തിലെ പ്രമുഖനും ദൈവരാജ്യം പ്രതീക്ഷിച്ചിരിക്കുന്നവനും. ഉത്തരം ശരിയാണ്. ടീം ഒലവക്കോടിനും ടീം പൊമ്പ്രയ്ക്കും ലഭിക്കുന്നു 20 പോയിന്റുകൾ വീതം. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യങ്ങളോടുകൂടെ ഈ റൗണ്ട് ഇവിടെ സമാപിക്കുകയാണ്. ഒന്നാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ ആരൊക്കെയാണ് മുൻപിൽ നിൽക്കുന്നത്, എന്താണ് പോയിന്റ് നില, നമുക്ക് അന്വേഷിക്കാം. ആദ്യത്തെ റൗണ്ട് ഇവിടെ അവസാനിക്കുമ്പോൾ 3 ടീമുകളും ഒരേപോലെ 70 മാർക്ക് വീതം നേടി തങ്ങളുടെ സ്കോർ ബോക്സ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നിങ്ങളിൽ ആരാണ് ഉത്തരം പറയേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ബസർ വഴിയാണ്. ബസർ ചെയ്തിട്ട് ശരിയായ ഉത്തരം പറഞ്ഞാൽ 30 പോയിന്റ് ലഭിക്കും. ബസർ ചെയ്തിട്ട് ഉത്തരം തെറ്റിയാൽ അഥവാ പറയാതിരുന്നാൽ നിങ്ങൾക്ക് കിട്ടിയ പോയിന്റിൽ നിന്ന് 10 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കും. ഒരുപക്ഷെ ഒരു റൗണ്ടിലെ മുഴുവൻ ചോദ്യം പോലും ഒരു ടീമിന് കരസ്ഥമാക്കാൻ പോലും പറ്റുമെന്നുള്ളതാണ് ഈ റൗണ്ടിൻ്റെ ഒരു പ്രത്യേകത. അത് നമ്മളെ കൂടുതൽ പഠിച്ചവരെ, കൂടുതൽ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് പോകാൻ കഴിവുള്ളവരെ കണ്ടെത്താൻ സഹായിക്കുന്ന നീതിപൂർവകമായ ഒരു റൗണ്ട് കൂടിയാണ്. നമുക്ക് ആരംഭിക്കാം. ഒന്നാമത്തെ ചോദ്യം: ധാത്രി കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നത് പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ സൗമ്യമായി പെരുമാറി. നിങ്ങളോടുള്ള അതീവ താല്പര്യ നിമിത്തം ദൈവത്തിൻ്റെ സുവിശേഷം മാത്രമല്ല മറ്റെന്തുകൂടി നിങ്ങൾക്കായി പങ്കുവയ്ക്കാൻ ഞങ്ങൾ സന്നദ്ധരായി എന്നാണ്. ടീം ഒലവക്കോട്. ടീം ഒലവക്കോട്, ഉത്തരത്തെക്കുറിച്ച് ഒരു ധാരണയൊക്കെ ഉണ്ടോ? അറിയാം, വ്യക്തമാണ്. ഞങ്ങളുടെ ജീവനെ തന്നെയും. ചോദ്യം ഇതാണ്: നിങ്ങളോടുള്ള അതീവ താല്പര്യ നിമിത്തം ദൈവത്തിൻ്റെ സുവിശേഷം മാത്രമല്ല മറ്റെന്തുകൂടി നിങ്ങൾക്കായി പങ്കുവയ്ക്കാൻ ഞങ്ങൾ സന്നദ്ധരായി എന്നാണ് വിശുദ്ധ പൗലോസ് തെസ്സലോനിയക്കാർക്ക് എഴുതുന്നത് എന്നതായിരുന്നു ചോദ്യം. ഉത്തരം ശരിയാണ്. ഞങ്ങളുടെ ജീവൻ പോലും നിങ്ങൾക്കായി പങ്കുവയ്ക്കാൻ ഞങ്ങൾ തയ്യാറായി എന്നാണ്. ടീം ഒലവക്കോട്, നിങ്ങൾ നേടിയിരിക്കുന്നു 30 പോയിന്റുകൾ. രണ്ടാമത്തെ ചോദ്യം: കർത്താവായ യേശുവിൻ്റെ പ്രത്യാഗമനത്തിൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ പ്രത്യാശയും ആനന്ദവും അഭിമാനത്തിൻ്റെ കിരീടവും എന്താണ്? ടീം പൊമ്പ്ര, അറിയാതെ ഉത്തരം പറഞ്ഞു പോയതാണോ? അല്ല, ഉത്തരം അറിയാം. ഉത്തരം അറിയാം. ഞാൻ ചോദ്യം പൂർത്തീകരിച്ചില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഉത്തരം അറിയുക? പറഞ്ഞു നോക്കാം. ഉത്തരം മാത്രം, ഒന്നും കൂടരുത്, ഒന്നും കുറയരുത്. മഹത്വവും പ്രത്യാശയും. ചോദ്യം പൂർത്തി. കർത്താവായ യേശുവിൻ്റെ പ്രത്യാഗമനത്തിൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ പ്രത്യാശയും ആനന്ദവും അഭിമാനത്തിൻ്റെ കിരീടവും എന്താണ്? അത് നിങ്ങൾ തന്നെയല്ലേ? എന്തെന്നാൽ നിങ്ങളാണ് ഞങ്ങളുടെ പൂരിപ്പിക്കാം. അതാണ് ചോദ്യം. നിങ്ങളാണ് ഞങ്ങളുടെ മഹത്വവും. ഉത്തരം തെറ്റാണ്. ടീം പൊമ്പ്ര പാസ് ചെയ്യപ്പെടുകയാണ്. ഒലവക്കോട്. മഹത്വവും ആനന്ദവും. ഉത്തരം ശരിയാണ്. മഹത്വവും ആനന്ദവുമാണ്. മഹത്വവും പ്രത്യാശയുമല്ല. ചെറിയൊരു വ്യത്യാസമാണുള്ളത്. പക്ഷേ ടീം പൊമ്പ്ര, നിങ്ങളുടെ ഉത്തരം തെറ്റായതുകൊണ്ട് 10 പോയിന്റ് എനിക്ക് തരേണ്ടി വരുന്നു. ടീം ഒലവക്കോട്, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. തന്നോളൂ. സാരമില്ല, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ചോദ്യം: വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും. ടീം വടക്കഞ്ചേരി. വടക്കഞ്ചേരി, ഇതെന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ഉത്തരം മാത്രം പറയണം. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പരിപൂർണനാവുകയും എല്ലാ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. ഞാൻ ചോദ്യം പറഞ്ഞോട്ടെ. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും പിന്നെ എന്തിനൊക്കെ കൂടി ഉപയോഗിക്കുന്നു, പിന്നെ എന്തിനൊക്കെ കൂടി ഉപകരിക്കുന്നു എന്നതായിരുന്നു ചോദ്യം. അല്പം കൂടി ക്ഷമിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം പറയാൻ കഴിഞ്ഞാൽ അല്ലേ? പക്ഷെ അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ മറ്റൊരാൾ പ്രസ് ചെയ്യുകയും അത് പോവുകയും ചെയ്താലോ. പാസ് ചെയ്യപ്പെടുകയാണ്. ടീം പൊമ്പ്ര, ഉത്തരം. അവ ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. തെറ്റുതിരുത്തലിനും
നീതിയിലുള്ള പരിശീലനത്തിന് ഉപകരിക്കുന്നു. ടീം പമ്പ്ര, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം വടക്കഞ്ചേരി 10 പോയിന്റ് മൈനസ് ഉണ്ട്, തിരിച്ചു തരും. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം ഇതാണ്. ഒരു മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യന്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരായിത്തീരും. ഈ ഒരു മനുഷ്യൻ എന്നതുകൊണ്ട് ആരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ടീം ഒലവക്കോട്. ഉത്തരം തീരുമാനമായി. ആയി. ഒരു മനുഷ്യന്മാർ ആരൊക്കെയാണെന്നാണ് ചോദ്യം അല്ലേ? ഉത്തരം പറയൂ. ആദം. ആദം എന്നാണ് നിങ്ങളുടെ ഉത്തരം അല്ലേ? അനുസരണക്കേട് ആദം എന്നാണ് നിങ്ങളുടെ ഉത്തരം. ടീം ഒലവക്കോട്, നിർഭാഗ്യവശാൽ നിങ്ങളുടെ ഉത്തരം പൂർണ്ണമല്ല, അത് തെറ്റുമാണ്. പാസ് ചെയ്യപ്പെടുകയാണ്. ടീം വടക്കഞ്ചേരി. ആദവും ക്രിസ്തുവും. ഉത്തരം ശരിയാണ്, അത് ആദവും ക്രിസ്തുവുമാണ്. ടീം വടക്കഞ്ചേരി, നിങ്ങൾക്ക് ലഭിക്കുന്നു 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ 10 പോയിന്റുകൾ എനിക്ക് തിരിച്ചു തന്നോളൂ. പത്ത് പോയിന്റ് തന്നപ്പോൾ കൈ വരയ്ക്കുന്നത് എനിക്ക് കാണാം. ഈ ചോദ്യത്തോടുകൂടെ 2ാം റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. ആവേശഭരിതമായ ബസർ റൗണ്ടിന്റെ സമാപനത്തിൽ ആരൊക്കെയാണ് മുൻപിൽ നിൽക്കുന്നത് എന്നറിയാനുള്ള നിങ്ങളുടെ ആകാംക്ഷ എനിക്ക് മനസ്സിലാകും. നമുക്ക് പോകാം സ്കോർ ബോർഡിലേക്ക്. ടീം പൊംബ്ര 80 പോയിന്റ്സ്, ടീം ഒലവക്കോട് 110 പോയിന്റ്സ്, ടീം വടക്കഞ്ചേരി 80 പോയിന്റ്സ്. ചോദ്യം ചോദിക്കുകയല്ല, ചോദ്യം നിങ്ങളെ കാണിച്ചു തരികയാണ്. ചോദ്യം തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കത് പോയിന്റായി മാറും. ഒരു ചോദ്യത്തിന് 30 പോയിന്റാണ് ലഭിക്കാവുന്നത്. ഉത്തരം തെറ്റിയാൽ അത് പാസ് ചെയ്യും. 30 സെക്കൻഡ് സമയമാണ് നിങ്ങൾക്ക് ഉത്തരം പറയാനായി ലഭിക്കാനും പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യം ടീം ഒലവക്കോടിനുള്ളതാണ്. ചിത്രങ്ങളൊക്കെ നല്ല പരിചയമായിരിക്കും അല്ലേ? ആയിരിക്കും. പേടിയുണ്ടോ? ചെറുതായിട്ട് പേടിയുണ്ട്. എന്തിനാ പേടി? നന്നായിട്ട് പഠിച്ചില്ലായിരുന്നു? പോകാം. ചോദ്യം വിഷ്വൽ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലെ ഏത് സംഭവമാണ് ചിത്രത്തിൽ? ബദാനിയയിലെ തൈലാഭിഷേകം. CCCയിൽ നിന്നാണോ? അല്ല. അതെ, ഒരാളല്ല എന്ന് ഒരാൾ അതേന്നും പറയും. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ബഥാനിയയിൽ വെച്ച് ഒരു സ്ത്രീ വന്ന് ഈശോയെ തൈലത്താൽ അഭിഷേകം ചെയ്യുന്നതാണ് നിങ്ങൾ ചിത്രത്തിൽ കണ്ടത്. അഭിനന്ദനങ്ങൾ ഒലവക്കോട്, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അടുത്ത ചോദ്യം ടീം വടക്കഞ്ചേരിക്കുള്ളതാണ്. വടക്കഞ്ചേരിക്കാർ എന്നെപ്പോലും നോക്കാം സ്ക്രീനിലേക്ക് ഉറ്റുനോക്കി നിൽക്കുകയാണ്. ചോദ്യത്തിലേക്ക് പോകാം. ടെൻഷൻ ഉണ്ടല്ലേ? നന്നായിട്ടുണ്ട്. അത് തുറന്നു പറഞ്ഞത് നന്നായി. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം: ഏത് സംഭവമാണ് ചിത്രത്തിൽ കാണുന്നത്? ചിത്രം കണ്ടിട്ട് ഒന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഹെൽപ്പ് ഡെസ്ക് വേണം, കൊടുക്കാം. ഹെൽപ്പ് ഡെസ്ക് നിങ്ങൾക്ക് സഹായിക്കാം. സമയം കടന്നു പോവുകയാണ്, വേഗം സഹായിക്കാം. സഹായം കിട്ടിയോ? 1 സെക്കൻഡ് കൂടിയുണ്ട്. സമയം കടന്നുപോയിരിക്കുന്നു. ടീം പമ്പ്ര, നിങ്ങൾക്ക് ആ ചിത്രം തിരിച്ചറിയാൻ കഴിഞ്ഞു? ഉത്തരം പറയൂ. പരിചാരിക പത്രോസിനോട് ചോദിക്കുകയാണ്, നീയും യേശുവിൻ്റെ കൂടെയുള്ളവനല്ലേ എന്ന് ചോദിക്കുന്നു. അങ്ങനെയാണ് തോന്നിയത്. ഉത്തരം തെറ്റാണ്. സൂക്ഷ്മമായി അതിനെ ചിത്രം കാണാത്തത് കൊണ്ടായിരിക്കും. ടീം ഒലവക്കോട്, സഹാബലി ഒരുക്കാൻ വേണ്ടി നഗരത്തിലേക്ക് പോയപ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് വരുന്നതിന്
അനുഗമിക്കാൻ ഈശോ പറഞ്ഞു. ആ മാളികം വീട്ടിലേക്ക് ഒരുക്കുന്ന ആ വീടിൻ്റെ ചിത്രമാണ്. ഉത്തരം ശരിയാണ് ടീം ഒലവക്കോട്. അതെങ്ങനെ കണ്ടുപിടിച്ചു? കുടം കണ്ടു പുറകിൽ. ഒരാൾ കുടവും പിടിച്ച് നിൽക്കുന്നു. 2 ശിഷ്യന്മാരാണ് അവിടേക്ക് ചെല്ലുന്നത്. അവര് ഗ്രഹനാഥനോട് ചോദിക്കുകയാണ്, എവിടെയാണ് ഞങ്ങൾ പെസഹ ഒരുക്കേണ്ടത് എവിടെയാണെന്ന് ചോദിക്കുകയാണ്. ആ ചിത്രമാണ്, അത് വ്യക്തമാണ്. സൂക്ഷ്മമായി നോക്കിയിരുന്നെങ്കിൽ കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ടീം ഒലവക്കോടിന് അത് കാണാൻ കഴിഞ്ഞത്. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം പൊമ്പ്ര, നിങ്ങൾക്കുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ടുണ്ട്. ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം: ഈ സംഭവം ഏതാണ്? ഉത്തരം പറയാം. ഹെൽപ് ഡെസ്ക് വേണം. ഹെൽപ് ഡെസ്ക്. സഹായം കിട്ടിയോ? സഹായിച്ചില്ല. നിങ്ങൾ സഹായം അപേക്ഷിച്ചു, നിങ്ങൾക്കുള്ള സഹായം എവിടെ നിന്നും വന്നില്ല. ഉത്തരം പറയാം. സമയം കടന്നുപോയിരിക്കുകയാണ്. അറിയില്ല. പാസ് ചെയ്യപ്പെടുന്നു ടീം ഒലവക്കോട്. ഈശോ മരിച്ചപ്പോൾ ദേവാലയത്തിന്റെ തിരശ്ശീല മുകൾ താഴെ വരെ കീറിപ്പോയപ്പോൾ ശതാധിപൻ ടീം ഒലവക്കോട്, നിങ്ങൾ ഈ ചിത്രങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കുന്നതിൽ വളരെ വൈദഗ്ധ്യമുള്ളവരാണല്ലോ. എന്താണ് ഈ സംഭവം? ഈശോയുടെ മരണസമയത്ത് ദേവാലയത്തിന്റെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ 2 കീറി. എന്താണ് അതിൻ്റെ അർത്ഥം? ദേവാലയത്തിലെ തിരശ്ശീല അത് അതിവിശുദ്ധ സ്ഥലത്തെയും ജനം നിൽക്കുന്ന സ്ഥലത്തെയും വേർതിരിക്കുന്നതാണ്. അത് സ്വർഗത്തിൻ്റെ രഹസ്യാത്മകതയെ സൂചിപ്പിക്കുന്നതാണ് ആ തിരശ്ശീല. എന്ന് പറഞ്ഞാൽ മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത വിധം ദൈവീക രഹസ്യങ്ങൾ മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ദേവാലയത്തിൽ ആ തിരശ്ശീല ഇടുന്നത്. കാരണം അത് സ്വർഗീയ രഹസ്യങ്ങളാണ്, ഒരു മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത് സൂചിപ്പിക്കാനാണ്, അത് നമ്മിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഈ തിരശ്ശീല ഇടുന്നത്. ഇനി ഈശോയുടെ മരണത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ദൈവീക രഹസ്യങ്ങളുടെ, മഹാരഹസ്യങ്ങളുടെ തിരശ്ശീല കീറുകയും ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അപ്പോഴാണ് ദൈവമാരെന്ന്, ഈശോയുടെ കുരിശുമരണത്തിലാണ് ദൈവമാരെന്ന് ലോകം അറിയുന്നത്. അതിനെ സൂചിപ്പിക്കുന്ന ശക്തമായ ഒരു പ്രതീകമാണ് ഈ തിരശ്ശീലയുടെ കീറൽ. അതിനകത്തൊരു പരാമർശം കൂടിയുണ്ട്. എന്താണെന്നറിയാമോ? മുകൾ മുതൽ താഴെ വരെ എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥമെന്നറിയാമോ? മുകൾ മുതൽ താഴെ വരെ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ്റെ പ്രവൃത്തിയല്ല എന്നാണ് അർത്ഥം. നമ്മളാണെങ്കിൽ ചുവട്ടിൽ നിന്ന് വലിച്ചു കീറിയാനല്ലേ, മുകളിൽ നിന്നാണത് കീറപ്പെടുന്നത്. അതായത് ദൈവമാണത് തുറക്കുന്നത്, ദൈവമാണ് തന്നെ തുറന്നു കാണിക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ദൈവിക വെളിപാട്, റെവലേഷൻ. റെവലാരെ എന്ന വാക്കിൽ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്. ടീം ഒലവക്കോട്, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 20 പോയിന്റ് കൂടി. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ടിൻ്റെ 2ാമത്തെ ഘട്ടം അത് ഹെൽപ് ഡെസ്കിനുള്ളതാണ്, നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. നിങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു മത്സര ഘട്ടമാണ് ഈ 2ാമത്തെ റൗണ്ട്. നിങ്ങളോടാണ് ചോദ്യം. ചിത്രങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണയുണ്ടാകും എന്നെനിക്കറിയാം. ചോദ്യം ആരംഭിക്കുന്നത് ടീം ഒലവക്കോട് നിന്നാണ്. ഒലവക്കോട്, നിങ്ങൾ റെഡിയാണ്? ചിത്രം ശ്രദ്ധിക്കാം. വിഷ്വൽ. ചരിത്രത്തിലാദ്യമായി ഈജിപ്തിലെ പരമോന്നത നീതിപീഠത്തിൻ്റെ തലപ്പത്തെത്തുന്ന ക്രൈസ്തവ വിശ്വാസി, നിയമവുമായി ബന്ധപ്പെട്ട നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവ്. ആരാണ് കോപ്റ്റിക് ക്രൈസ്തവ വിശ്വാസിയായ ഈ ജഡ്ജി? ഉത്തരം ശരിയാണ്. ടീം ഒലവക്കോട്, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റ് കൂടി. അഭിനന്ദനങ്ങൾ. 2ാമത്തെ ചോദ്യം ടീം വടക്കഞ്ചേരിക്കുള്ളതാണ്. ടീം വടക്കഞ്ചേരി, റെഡിയാണോ? വിഷ്വൽ. വിശുദ്ധ പർവ്വതം എന്നറിയപ്പെടുന്ന സീനായി മലയിലുള്ള ഒരു മൊണാസ്ട്രിയാണിത്. മോശയുടെ കിണറും ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട മുൾപ്പടർപ്പും ഇവിടെ സുരക്ഷിതമായി സംരക്ഷിക്കപ്പെടുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കയ്യെഴുത്തു രേഖകൾ സംരക്ഷിക്കപ്പെടുന്ന ഇവിടുത്തെ ലൈബ്രറി
ഇത്തരത്തിലുള്ള ലോകത്തിലെ രണ്ടാമത്തെ വലിയ ലൈബ്രറിയാണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം നേടിയിരിക്കുന്ന ഈ മൊണാസ്ട്രി ഏതാണ്, ഏത് രാജ്യത്താണ്? രണ്ടും പറഞ്ഞാൽ മാത്രമേ ഉത്തരം പൂർണ്ണമാവുകയുള്ളൂ, പോയിന്റ് ലഭിക്കുകയുള്ളൂ. സെന്റ് കാതറിൻ മൊണാസ്ട്രി, സീനായി പർവ്വതം. സ്ഥലം സീനായി മല. ഈജിപ്ത്. പറഞ്ഞോളൂ. ഈജിപ്ത്. ഈജിപ്റ്റ്. ഉത്തരം ശരിയാണ്. ഈജിപ്തിലെ സെന്റ് കാതറിൻ മൊണാസ്ട്രിയാണ് നിങ്ങൾ ചിത്രത്തിൽ കണ്ടത്. സംശയം ഉണ്ടായിരുന്നു നന്നായിട്ട്. സീനായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെയും ശങ്കിച്ചു നിന്നതിൻ്റെ കാരണം, സീനായി എന്ന് പറഞ്ഞാലും തെറ്റെന്ന് പറയാൻ പറ്റില്ല. കാരണം എവിടെയെന്ന് ചോദിച്ചാൽ ആ സ്ഥലം സീനായി തന്നെയാണ്. പക്ഷേ രാജ്യമെന്ന് ഞാൻ എടുത്തു ചോദിച്ചതുമില്ല. പക്ഷേ നിങ്ങളത് പറഞ്ഞു. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ഇത് സെന്റ് കാതറിൻ മൊണാസ്ട്രിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ദൈവം മുൾപ്പടർപ്പിൽ, എരിയുന്ന മുൾപ്പടർപ്പിൽ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് ഈ സീനായി മലയിൽ വെച്ചാണ്. അവിടെ തന്നെയാണ് മോശ സിപ്പോറയെ കണ്ടുമുട്ടുന്നത്. അവിടെ കിണറൊക്കെ ഇന്നും അവിടെ തന്നെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അവിടുത്തെ ഒരു അത്ഭുതം പോലെ കാണപ്പെടാവുന്ന ഒരു കാര്യം, അതൊരു വരണ്ട ഭൂപ്രദേശമാണ്. അവിടെ ഒരു മുൾച്ചെടി മാത്രം ഇങ്ങനെ തളിർത്ത് നിൽക്കുന്നുണ്ട്. വേറെ ഒരു അത്ഭുതവും അവിടെ ആളുകൾ പറയാറുണ്ട്. അതിൻ്റെ പുറകിൽ ഒരു വലിയ പാറക്കെട്ടുണ്ട്. ആ പാറക്കെട്ട് പൊട്ടിക്കും തോറും അതിൻ്റെ ഉള്ളിൽ മുൾപ്പടർപ്പിൻ്റെ ഒരു രേഖാചിത്രം കാണാൻ കഴിയാറുണ്ട്. ആ കല്ലിൻ്റെ പ്രത്യേകതയാണ്. അതും ഇതിനോട് കൂട്ടിച്ചേർത്ത് ആളുകൾ വായിക്കാറുണ്ട്. ടീം വടക്കഞ്ചേരി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം പൊമ്പ്ര റെഡിയാണ്. ചോദ്യം: കത്തോലിക്ക വൈദികനായി മാറിയ ബോക്സിംഗ് താരം, ഒരു മോട്ടോർ സൈക്കിൾ അപകടത്തെ തുടർന്നുണ്ടായ ദൈവാനുഭവം ക്രൈസ്തവ വിശ്വാസത്തോട് അകലം പാലിച്ചിരുന്ന ഇദ്ദേഹത്തെ കത്തോലിക്ക സഭയിലേക്കും വൈദിക ജീവിതത്തിലേക്കും നയിച്ചു. അമേരിക്കൻ സ്വദേശിയായ വൈദികൻ ആരാണ്? ഏതാണ്ട് സാമ്യമുള്ള ഒരു പേരാണ്. പാസ് ചെയ്യപ്പെടുകയാണ്. ടീം ഒലവക്കോട്. ഫാദർ സ്റ്റുവാർട്ട് ലോങ്. ഫാദർ സ്റ്റുവാർട്ട് ലോങ്, അതാണ് അതിന്റെ ശരിയായ ഉത്തരം. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യത്തോടുകൂടെ ഈ റൗണ്ട് ഇവിടെ പൂർത്തിയാവുകയാണ്. ഈ റൗണ്ട് ഇവിടെ സമാപിക്കുമ്പോൾ നമുക്ക് നോക്കാം എന്താണ് സ്കോർ ബോർഡ്. ടീം പോംബ്ര 80 പോയിന്റ്സ്, ടീം ഒലവക്കോട് 230 പോയിന്റ്സ്, ടീം വടക്കഞ്ചേരി 110 പോയിന്റ്സ്. നിധി തേടൽ, നിധി കണ്ടെത്തലാണ് ഈ മത്സരം. നമ്മുടെ നിധി ദൈവവചനം തന്നെയാണ്. ഞാനൊരു വചനഭാഗം നിങ്ങളോട് പറയും. 30 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് ആ വചനഭാഗം വിശുദ്ധ ഗ്രന്ഥം തുറന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 പോയിന്റുകൾ ലഭിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: വിശുദ്ധ ഗ്രന്ഥം തുറന്ന് വചനഭാഗം കണ്ടെത്തി അതിൽ വിരൽ തൊടണം. എന്നിട്ട് മൈക്കെടുത്ത് അതിന് തൊട്ട് മുൻപുള്ള വചനവും ഞാൻ പറഞ്ഞതും കൂടി കൂട്ടിച്ചേർത്ത് വായിച്ച് കേൾപ്പിക്കും. ഇത്രയും ചെയ്യാൻ നിങ്ങൾക്ക് 20 സെക്കൻഡ് മതിയെങ്കിൽ നിങ്ങൾക്ക് ഞാൻ 10 പോയിന്റ് സമ്മാനം കൂടി തരും. ടീം വടക്കഞ്ചേരി, നിങ്ങൾക്ക് വചനഭാഗങ്ങൾ എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നല്ല വ്യക്തമാണ് അല്ലേ എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. പാവം നിങ്ങളുടെ മേൽ ഭരണം നടത്താതിരിക്കട്ടെ. കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. ഉത്തരം ശരിയാണ്. ടീം വടക്കഞ്ചേരി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം പൊമ്പ്രയ്ക്കുള്ളതാണ്. പൊമ്പ്ര, ചോദ്യം ഇതാ: നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങളുടെ പ്രസംഗങ്ങളിൽ ഒരിക്കലും മുഖസ്തുതിയുടെ വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങളുടെ പ്രസംഗങ്ങളിൽ ഒരിക്കലും മുഖസ്തുതിയുടെ വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല.
3 സെക്കൻഡ് കൂടി. സമയം കടന്നുപോയിരിക്കുകയാണ് ടീം പമ്പ്ര. അത് തെസ്സലോനിയക്കാർക്കുള്ള 1-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായം 4-5 തിരുവചനങ്ങളായിരുന്നു. ഇത് മനുഷ്യരെ പ്രീതിപ്പെടുത്താനല്ല, ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങളുടെ പ്രസംഗങ്ങളിൽ ഒരിക്കലും മുഖസ്തുതിയുടെ വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല. സാരമില്ല. അടുത്ത ചോദ്യം ടീം ഒലവക്കോടിനുള്ളതാണ്. ഒലവക്കോട് ചോദ്യം ഇതാ: ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴിയുള്ള നിത്യജീവനും. ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴിയുള്ള നിത്യജീവൻ. സെക്കൻഡ് കൂടി. 2, 1. സമയം കടന്നുപോയി. ടീം ഒലവക്കോട്, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 6-ാമത്തെ അധ്യായം 22-ാമത്തെ വചനമായിരുന്നു അത്. ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴിയുള്ള നിത്യജീവൻ. പോയിന്റൊന്നും ലഭിക്കുന്നു. ഈ റൗണ്ടിൻ്റെ രസകരമായ 2-ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഘട്ടം അത് ഹെൽപ്പ് ഡെസ്കിന് മാത്രമുള്ളതാണ്. നിങ്ങളാണ് ഈ റൗണ്ടിൻ്റെ താരങ്ങൾ. ചോദ്യം ചോദിക്കപ്പെടുകയല്ല, ഉത്തരം പറയുകയുമല്ല. ചോദ്യം നൽകപ്പെടുന്നു, ഉത്തരം ചെയ്തു കാണിക്കുന്നു. ഈ റൗണ്ട് ക്രമീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ട്രഷർ ഹണ്ട് റൗണ്ടാണിത്. വചനമാകുന്ന നിധിയെ ഭാഗിച്ച് മുറിച്ച് ഇവിടെ ഒളിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വാക്കുകൾ തുറന്നു നോക്കി അതിൽ ഒളിഞ്ഞിരിക്കുന്ന വചനം കണ്ടെത്തി അത് ഈ ബോർഡിൽ ഡിസ്പ്ലേ ചെയ്യണം. ഡിസ്പ്ലേ ചെയ്ത് തീർന്ന ശേഷം മൈക്ക് വാങ്ങി അത് വായിക്കണം. ഇത്രയും കാര്യം ചെയ്യാൻ നിങ്ങൾക്കുള്ളത് 1 മിനിറ്റ് സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 30 പോയിന്റുകളാണ്. ഇതൊരു ടീം വർക്കിൻ്റെ സമയമാണ്. നമുക്ക് ആരംഭിക്കാം. വടക്കഞ്ചേരി, ഒരു ടീം ആക്ടിവിറ്റിയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ഇടയ്ക്ക് അങ്ങനെ ഒരു ടീം വർക്കൊക്കെ ഉണ്ടോ? ഉണ്ട്. വടക്കഞ്ചേരിയിലെ മാതൃസംഘത്തിൻ്റെ ടീം വർക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങളുടെ ടീം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളൊരു വീട് പണിത് കഴിഞ്ഞു. മാതൃസംഘമാണ് അതിന് മുഴുവൻ മുൻകൈ എടുത്തത്. അതെ. പണം പിരിച്ചതോ? പണം പിരിച്ചത് ബിരിയാണി ഫെസ്റ്റ് ഞങ്ങൾ നടത്തി. കുറച്ച് പേര് സ്പോൺസർഷിപ്പ് തന്നു. നല്ല മനസ്സുകളുടെ സഹായത്തോടുകൂടി ഞങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിച്ചു. തീർച്ചയായും നിങ്ങൾക്ക് ഈ മത്സരം, ഈ ഘട്ടം രസകരമായിരിക്കും. നമുക്ക് ആരംഭിക്കാം. വരൂ. റെഡിയാണ് അല്ലേ? ആരംഭിക്കാം. 3, 2, 1, 0. യേശു പറഞ്ഞു, ഞാൻ തന്നെ മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും. ഏത് സുവിശേഷത്തിൽ നിന്നാണെന്ന് അറിയാമോ? മർക്കോസ് അധ്യായം 14. ഉത്തരം ശരിയാണ്. ടീം വടക്കഞ്ചേരി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം പമ്പ്ര, നിങ്ങളുടെ ഇടവക പമ്പ്ര അല്ലേ? ചെറിയൊരു ഇടവകയാണ് അല്ലേ? അതെ അതെ, ചെറിയ ഇടവകയാണ്. പക്ഷേ കുറേ പ്രത്യേകതകളുള്ളൊരു ഇടവക കൂടിയാണ്. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഇടവകയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ളത്? ഞങ്ങളുടെ ഇടവക നല്ല ഇടവകയാണ്. സെൻറ്റ് ആൻസിൻ്റെ ഇടവകയാണ്. ഞങ്ങളുടെ മാതൃവേദിയൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളുടെ അച്ഛൻ ജോസ് ചേനിയേറി അച്ഛനാണ്. നിങ്ങളുടെ മാതൃസംഘത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് അവിടെ? എത്ര പേരൊക്കെ ഉണ്ട്?
ഞങ്ങൾ 30 പേരുടെ 30 പേരാണുള്ളത്. എല്ലാവരും സജീവമായിട്ട് തന്നെ മീറ്റിങ്ങുകളിലൊക്കെ വന്ന് പങ്കെടുക്കാറുണ്ട്. പിന്നെ രോഗികളെ സന്ദർശിക്കുക, അവർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുക, അതൊക്കെയാണ് ഞങ്ങളുടെ ചെയ്യാറുള്ളത്. കഴിഞ്ഞ മത്സരത്തിൽ നിങ്ങൾക്ക് എത്ര സ്ഥാനമായിരുന്നു? ഞങ്ങൾക്ക് 2 ടീമിനും ഒരേ പോയിന്റ് ആയിരുന്നു. ആ മത്സരം നിങ്ങൾ എന്താണ് പഠിപ്പിച്ചത്? ഞങ്ങൾ വചനം പഠിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു. വീണ്ടും വചനം പഠിക്കണമെന്നുള്ളൊരാഗ്രഹം ഞങ്ങളിലേക്ക് വളർന്നു വന്നു. അങ്ങനെയൊക്കെ ഉണ്ടായി. നല്ല കാര്യം. ഇത് ടീം വർക്കാണ്. നിങ്ങളുടെ കൂട്ടായ്മയും നിങ്ങളുടെ നേതൃത്വവും ഒക്കെ കാണാൻ പോകുന്ന സമയമാണ്. ആരംഭിക്കാം. വരും. റെഡിയാണ്? നിങ്ങളുടെ സമയം ആരംഭിക്കുകയാണ്. 3, 2, 1, 0. സെക്കൻഡ് കൂടി. ഞാൻ പഠിപ്പിച്ച എൻ്റെ സ്നേഹവും ക്ഷമയും ലക്ഷ്യവും വിശ്വാസവും ജീവിത രീതിയും സത്യങ്ങളും സ്ഥൈര്യവും നീ അടുത്തറിഞ്ഞിട്ടുണ്ടല്ലോ. ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? തെറ്റാണ്. കുറേ തെറ്റുകളുണ്ട് അതിനകത്ത്. ഒരു 10 സെക്കൻഡ് കൂടി തന്നാൽ നിങ്ങളിത് ശരിയാക്കും. ചലഞ്ചാണ്. 10 സെക്കൻഡ് ഞാൻ നിങ്ങൾക്ക് തരാം. പക്ഷേ നിങ്ങൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ 10 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കും. നിങ്ങൾ ശരിയാക്കിയാൽ നിങ്ങൾക്ക് ഞാൻ 10 പോയിന്റ് തരും. എന്തു പറയും? ചലഞ്ച് എടുക്കാൻ പോവുകയാണ്. 10 സെക്കൻഡേ കിട്ടുള്ളൂ. ഓക്കെ, ഗെറ്റ് റെഡി. 3, 2, 1, 0. സെക്കൻഡ് കൂടി. 1, 0. ഞാൻ പഠിപ്പിച്ച എൻ്റെ വിശ്വാസവും സ്നേഹവും ക്ഷമയും ലക്ഷ്യവും ജീവിത രീതിയും സത്യങ്ങളും സ്ഥൈര്യവും നീ അടുത്തറിഞ്ഞിട്ടുണ്ടല്ലോ. ആ വചനം ഇങ്ങനെയാണ്: ഞാൻ പഠിപ്പിച്ച സത്യങ്ങളും എൻ്റെ ജീവിത രീതിയും ലക്ഷ്യവും വിശ്വാസവും ക്ഷമയും സ്നേഹവും സ്ഥൈര്യവും നീ അടുത്തറിഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് ആ വചനം. തെറ്റിയിട്ടുണ്ടല്ലേ? തെറ്റിയിട്ടുണ്ടെന്ന് മാത്രമല്ല, നിങ്ങൾ ആ ചലഞ്ച് ഏറ്റെടുത്തിട്ട് അത് ശരിയാക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരു 10 പോയിന്റ് ഞാൻ തിരിച്ചു മേടിക്കുകയും ചെയ്യും. ടീം പമ്പ്ര 10 പോയിന്റുകൾ തിരിച്ചെടുക്കുകയാണ്. താങ്ക് യു. ഇരിപ്പിടങ്ങളിലേക്ക് പോകാം. ടീം ഒലവക്കോട് ആരംഭിക്കാം. നിങ്ങളുടെ മാതൃസംഘത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് അവിടെ ഒലവക്കോട്? നന്നായിട്ട് പോകുന്നുണ്ട്. അതൊരു എല്ലാവരും ഒത്തിരി ആളുകൾ ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ് പാലക്കാട് രൂപതയിലെ, അല്ലേ? ഒലവക്കോട് റെയിൽവേയിലും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെയാണ് കൂടുതൽ. എങ്ങനെയുണ്ട് നിങ്ങളുടെ അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ? ജോലിക്കാരാണെങ്കിലും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് പറയുമ്പോൾ എല്ലാവരും അവരുടെ രീതിക്കനുസരിച്ച് സഹകരിക്കുന്നു. എല്ലാവരും അങ്ങനെ നല്ല രീതിയിൽ പോകുന്നു. നമുക്ക് ആരംഭിക്കാം. വരും. റെഡിയാണ്? ആരംഭിക്കട്ടെ. 3, 2, 1, 0. സെക്കൻഡ് കൂടി.
സെക്കൻഡ് കൂടി കഴിഞ്ഞെങ്കിൽ വായിക്കണം. സമയം പെട്ടെന്ന് വായിക്കണം. നിങ്ങൾ വായിക്കാത്തത് കൊണ്ട് സമയം കടന്നുപോയിരിക്കുക. നിങ്ങൾക്ക് ഞാനൊരു ചലഞ്ച് തരാം. 10 സെക്കൻഡ് കൂടി സമയം തന്നാൽ നിങ്ങൾക്കിത് ശരിയാക്കി വായിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചലഞ്ച്. ശരിയാക്കിയാൽ നിങ്ങൾക്ക് 10 പോയിന്റ് ഞാൻ തരും, ഇല്ലെങ്കിൽ നിങ്ങളുടെ 10 പോയിന്റ് ഞാൻ തിരിച്ചു. നിങ്ങൾക്ക് സംശയമുണ്ട്, പൂർത്തിയാക്കാൻ പറ്റുമോ എന്ന് സംശയമുണ്ട്. വചനഭാഗം ഇങ്ങനെയാണ്: നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം. ശരിയാക്കാൻ പറ്റുമായിരുന്നോ? ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? നിങ്ങളതിന് മുതിരാത്തത് നന്നായി. 10 പോയിന്റ് നഷ്ടപ്പെടുത്താതെ നിങ്ങൾ സൂക്ഷിച്ചു എന്ന് വേണം പറയാൻ. ഇരിപ്പിടങ്ങളിലേക്ക് പോകാം. 4ാമത്തെ റൗണ്ട് ഇവിടെ പൂർത്തിയാകുമ്പോൾ, ഈ മത്സരത്തിൻ്റെ അവസാനത്തെ റൗണ്ടിൻ്റെ പടിവാതിൽക്കൽ ചെന്ന് നിൽക്കുമ്പോൾ എന്താണ് ഓരോ ടീമിൻ്റെയും സ്ഥിതി എന്ന് നോക്കാം. സ്കോർ ബോർഡ്: ടീം പൊമ്പ്ര 70 പോയിന്റ്സ്, ടീം ഒലവക്കോട് 230 പോയിന്റ്സ്, ടീം വടക്കഞ്ചേരി 170 പോയിന്റ്സ്. ചോദ്യങ്ങൾ നിങ്ങൾ വില കൊടുത്തു വാങ്ങേണ്ടതുണ്ട്. നമ്മൾ ആരംഭിക്കുന്നത് ടീം പൊമ്പ്രയിൽ നിന്നാണ്. ടീം പൊമ്പ്ര, ഈ റൗണ്ടിൽ ആകെ നിങ്ങൾക്ക് എത്ര പോയിന്റ് വരെ കിട്ടാനിടയുണ്ട്? 120 പോയിന്റ് കിട്ടാനുള്ള സാധ്യത. ഒരു 120 പോയിന്റ് കിട്ടിയാൽ നിങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ യോഗ്യത നേടും അല്ലേ? സാധ്യതയുണ്ട്, വലിയൊരു സാധ്യത നിങ്ങളുടെ മുൻപിൽ നിൽക്കുകയാണ്. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ശ്രമിക്കാം. ചോദ്യം എടുക്കാനാണോ പോകുന്നത്? അതെ, എടുക്കാനാണ് പോകുന്നത്. ആദ്യത്തെ ചോദ്യത്തിന്റെ വില 30 പോയിന്റ് ആണ്. അതെങ്ങാനും നഷ്ടപ്പെട്ടാലോ? ഞങ്ങള് എന്തായാലും പിന്നിലാണ് നിൽക്കുന്നത്. എന്തായാലും പിന്നിലാണ്, ഒന്നും നോക്കാനില്ല. എടുക്കും. ചോദ്യം ഇതാ: ദൈവം ആദിമാതാപിതാക്കൾക്ക് എന്തിലൂടെ നൽകുന്ന സാക്ഷ്യത്തിനും പുറമെയാണ് അവിടുന്ന് സ്വയം വെളിപ്പെടുത്തിയത്? ദൈവം ആദിമാതാപിതാക്കൾക്ക് എന്തിലൂടെ നൽകുന്ന സാക്ഷ്യത്തിന് പുറമെയാണ് അവിടുന്ന് സ്വയം വെളിപ്പെടുത്തിയത്? ദൈവം ആദിമാതാപിതാക്കൾക്ക്, ക്രിസ്തുവിന് മുൻപുള്ള ജനത്തിന് തന്നെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിനും പുറമെയാണ് ക്രിസ്തുവിലൂടെ നൽകുന്ന സാക്ഷ്യം. എന്തിനും പുറമെ? ഉത്തരം തെറ്റാണ് ടീം പൊമ്പ്ര. സൃഷ്ടിയിലൂടെ നൽകിയ സാക്ഷ്യത്തിന്. അങ്ങനെ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ദൈവം ആദിയിൽ ഈ പ്രപഞ്ച സൃഷ്ടിയിലൂടെ തന്നെ വെളിപ്പെടുത്തി. ഈ സൃഷ്ടിയുടെ മഹത്വത്തിലും ഈ സൃഷ്ടിയുടെ ശക്തിയിലുമൊക്കെ തന്നെ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. നാച്ചുറൽ റെവലേഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. അതിനും പുറമെയാണ് ക്രിസ്തു വഴി അവിടുന്ന് തന്നെ പരിപൂർണമായും വെളിപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യം 40 പോയിന്റിന്റെ ചോദ്യമാണ്. എടുക്കുന്നു? എടുക്കുന്നു. പോയിന്റുകളാണ്. ചോദ്യം ഇതാണ്: നമ്മുടെ ആധ്യാത്മിക ജീവിതവും മറ്റൊരു കാര്യവും തമ്മിൽ ഒരു ഘടനാത്മക ബന്ധമുണ്ട് എന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ആധ്യാത്മിക ജീവിതവും പിന്നെ വേറൊരു കാര്യവും തമ്മിൽ ഒരു ഘടനാത്മക ബന്ധമുണ്ട്. എന്തിനെക്കുറിച്ചാണ്? ആധ്യാത്മിക ജീവിതവും സഭാ ജീവിതവും അല്ല. ആധ്യാത്മിക ജീവിതവും വിശ്വാസ സത്യങ്ങളും തമ്മിൽ ഒരു ഘടനാത്മക ബന്ധം. നമ്മുടെ ആത്മീയ ജീവിതം മാത്രം പോരാ, ദൈവം പകർന്നു നൽകിയ അപ്പസ്തോലന്മാരിലൂടെ കൈമാറ്റം ചെയ്തു വരുന്ന വിശ്വാസ സത്യങ്ങൾ, ഡോക്ട്രിൻസ് ഓഫ് ഫെയ്ത്ത്, അതും ഒരുമിച്ച് പോകണമെന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ഒരു മനുഷ്യൻ്റെ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം അതുകൊണ്ട് മാത്രം പൂർണ്ണമാകുന്നില്ല. അതോടൊപ്പം അതിനോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനെ വിലയുള്ളതാക്കി മാറ്റുന്ന സഭയുടെ വിശ്വാസ സത്യങ്ങൾ, അവയും കൂടെ നമ്മൾ അറിയണം. സത്യത്തിൽ നിങ്ങൾ CCC പഠിക്കുന്നതിൻ്റെ പുറകെയുള്ള കാര്യം അതാണ്. നിങ്ങളൊക്കെ നല്ല വിശ്വാസമുള്ള അമ്മമാരാണ് അല്ലേ? നല്ല വിശ്വാസമുണ്ട്. ആ വിശ്വാസം മാത്രം പോരാ, അതിനോട് ഘടനാപരമായി ബന്ധപ്പെട്ടിരിക്കുന്ന ദൈവിക പ്രബോധനങ്ങൾ, ഡോക്ട്രിൻസ് ഓഫ് ഫെയ്ത്ത്, അവയും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോഴാണത് പൂർണ്ണമാകുന്നത്. അതുകൊണ്ടാണ് CCC ഒക്കെ നിങ്ങൾ പഠിക്കേണ്ടി വരുന്നത്. അടുത്ത ചോദ്യം 50 പോയിന്റ് വിലയുള്ള ചോദ്യമാണ്. എടുക്കുന്നു? 0 ബാലൻസ് ആയതുകൊണ്ട് ഇനി ക്വസ്റ്റ്യൻ എടുക്കുന്നില്ല. ക്വസ്റ്റ്യൻ എടുക്കാൻ പറ്റില്ല.
കൊടുക്കാൻ പോയിന്റ് ഇല്ലാതെ പോയി, സാരമില്ല. എന്നാലും നിങ്ങൾ നല്ല റിസ്ക് എടുത്തു. അടുത്ത അവസരം ടീം ഒലവക്കോടിൻ്റെതാണ്. ടീം ഒലവക്കോട്, എന്താണ് നിങ്ങളുടെ സ്ഥിതി? ഇപ്പോൾ കുറച്ച് മാർക്ക് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം 1-2 നോക്കിയിട്ട് കിട്ടുവാണെങ്കിൽ കുറച്ച് പോയിന്റ് ഞങ്ങളുടെ കയ്യിൽ ശേഖരത്തിലുണ്ട്. ഉണ്ട്. നിങ്ങളിപ്പോൾ 1ാം സ്ഥാനത്താണ് നിൽക്കുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനെ ഇപ്പോൾ ആണ്, പക്ഷേ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് 2ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുള്ളൂ. ഒന്നും കൃത്യമായി പറയാൻ പറ്റില്ല. നമുക്ക് അത്രയും നഷ്ടപ്പെടുകയും അടുത്ത ടീമിന് അത്രയും കിട്ടുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആകെ മാറും. എടുക്കുകയാണ് എന്നാലും ധൈര്യപൂർവ്വം. ആദ്യത്തെ ചോദ്യം തന്നോളൂ. ആരാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ കർത്താവ് എന്ന ചോദ്യത്തിന്റെ കൃത്യമായ അൾട്ടിമേറ്റ് ആൻസർ എന്താ? ആരാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ കർത്താവ് എന്ന് ചോദിച്ചാൽ അതിന്റെ കൃത്യമായ അൾട്ടിമേറ്റ് പരമമായ ഉത്തരം എന്താ? യേശുക്രിസ്തു. യേശുക്രിസ്തു എന്ന ഉത്തരം ഈ ഒരു ഘട്ടത്തിൽ അംഗീകരിക്കാവുന്നതാണ്. ഉത്തരം ദൈവം എന്ന്. ദൈവം എന്ന് പറയുന്നതും യേശുക്രിസ്തു എന്ന് പറയുന്നതും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്, അല്ലേ? ഈശോ ദൈവം തന്നെയാണ്, പക്ഷേ ദൈവമാണ് ഇതിൻ്റെ കർത്താവ് എന്നാണ് അതിനെക്കുറിച്ച് പറയേണ്ടത്. മറ്റേത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ നമുക്കങ്ങനെ പൂർണ്ണമായും തെറ്റാണെന്ന് നിഷേധിക്കാനൊന്നും പറ്റില്ല, കാരണം ഈശോ തന്നെയാണ് വചനം എന്നൊക്കെ ശരിയാണ്. പക്ഷേ ദൈവമാണ് ദ ഓദർ ഇസ് ഗാഡ്. അതാണ്, അങ്ങനെയാണ് നിങ്ങൾ CCCയിൽ പഠിച്ചത്. അതുകൊണ്ട് കൃത്യതയുള്ള ഉത്തരമാണ് അവസാനത്തെ റൗണ്ടിൽ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് 30 പോയിന്റുകൾ നഷ്ടപ്പെടുകയാണ്. അടുത്ത ചോദ്യം 40 പോയിന്റ് വിലയുള്ളതാണ്. 80 പോയിന്റാണ് കിട്ടാനിരിക്കുന്നത്. എടുത്താലോ? എടുക്കാം. ചോദ്യം ഇതാണ്: അപ്പസ്തോലന്മാരും മെത്രാന്മാരും തമ്മിലുള്ള ബന്ധം എന്താണ്? അപ്പസ്തോലന്മാരും മെത്രാന്മാരും തമ്മിലുള്ള ബന്ധം എന്താണ്? നിങ്ങൾ അനുവദിക്കാത്ത സമയത്ത് ഉത്തരം ഹെൽപ്പ് ഡെസ്കുമായി ഡിസ്കസ് ചെയ്തതുകൊണ്ട് നിങ്ങളുടെ അവസരം ക്യാൻസൽ ചെയ്യുക. നിങ്ങളുടെ പോയിന്റ് ഞാൻ തൽക്കാലം തിരിച്ചെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പസ്തോലന്മാരുടെ പിൻഗാമികളാണ് മെത്രാന്മാർ, അഥവാ അപ്പസ്തോലന്മാരുടെ തുടർച്ചയാണ് മെത്രാന്മാർ. തിരിച്ചു പറഞ്ഞാൽ ആദ്യത്തെ മെത്രാന്മാരാണ് അപ്പസ്തോലന്മാർ. അപ്പസ്തോലന്മാർക്ക് നൽകപ്പെട്ടിരിക്കുന്ന അതേ പൗരോഹിത്യം തുടർന്ന് സ്വീകരിക്കുന്നവരാണ് മേൽപ്പട്ടക്കാരായ മെത്രാന്മാർ. അല്പം ഒന്ന് ആലോചിച്ചാൽ മാത്രം മതിയായിരുന്നു. മൂന്നാമത്തെ ചോദ്യം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലേ? മൂന്നാമത്തെ ചോദ്യത്തിന് 100 പോയിന്റ് ലഭിക്കാനുള്ള സാധ്യത കിടക്കുകയാണ്. അതെടുത്ത് വെക്കുന്നതല്ലേ സേഫ്? ക്വിറ്റ് ചെയ്യാം. അടുത്ത ടീമിലേക്ക് നമുക്ക് പോകാം. ടീം വടക്കഞ്ചേരി, നിങ്ങളെങ്ങനെയാണ്? സേഫ് സോണിലാണോ? സേഫ് സോണാണ്. ആണ്. എല്ലാ പോയിന്റും നേടുകയാണെങ്കിൽ വലിയൊരു പോയിന്റുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമായിരിക്കും, അല്ലേ? പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എങ്ങാനും ഇത് 3 പോയാലോ? പോയാൽ ബാക്കിലാവും, പുറകിലാവും. എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ എടുക്കും. അതാണ്. തരൂ. ചോദ്യം ഇതാണ്: വിശുദ്ധ ഗ്രന്ഥം ഉൾക്കൊള്ളുന്നതും അവതരിപ്പിക്കുന്നതുമായ ദൈവാവിഷ്കൃത സത്യങ്ങൾ എങ്ങനെ എഴുതപ്പെട്ടവയാണ്? വിശുദ്ധ ഗ്രന്ഥം ഉൾക്കൊള്ളുന്നതും അവതരിപ്പിക്കുന്നതുമായ ദൈവാവിഷ്കൃത സത്യങ്ങൾ എങ്ങനെ എഴുതപ്പെട്ടവയാണ്? ദൈവനിവേശിതങ്ങളാണ്. ഉത്തരം ശരിയാണ്. ദൈവനിവേശിതമായി എഴുതപ്പെട്ടതാണ്. പരിശുദ്ധാത്മ നിവേശിതമായി എഴുതപ്പെട്ടിരിക്കുന്നത്. ഇൻസ്പയർഡ് എന്നാണ് അതിന് പറയുന്നത്. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 60 പോയിന്റുകൾ. ടീം വടക്കഞ്ചേരി. അപ്പോൾ എങ്ങനെയാണ് വടക്കഞ്ചേരി? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കിട്ടിക്കഴിഞ്ഞപ്പോൾ വേണമെന്ന് ആലോചിക്കുകയാണോ? ഇത്രയും നേരം ഞങ്ങൾ എന്തായാലും മുന്നോട്ട് പോകുന്നൊക്കെ പറഞ്ഞ ആളുകളാണ്. 40 പോയിന്റ് വിലയുള്ള ചോദ്യം എടുക്കാമെന്നാണ് തീരുമാനിക്കുന്നത്. തരൂ. അത്യാവശ്യം സേഫായി നിൽക്കുമ്പോൾ ഉള്ള പോയിന്റുകളിൽ നിന്ന് 40 എടുത്ത് കൊടുത്തിട്ട് റിസ്ക് എടുക്കാൻ ശ്രമിക്കുന്നത് ബുദ്ധിപൂർവകമായ ഒരു തീരുമാനമാണോ? അല്പം റിസ്കേ ഉള്ളോ? കോൺഫിഡൻസ് ഉണ്ട്. നല്ല കാര്യം. ആ കോൺഫിഡൻസിനോടാണ് എൻ്റെ ചോദ്യം. ചോദ്യം ഇതാണ്: CCCയുടെ 74ാമത്തെ പാരഗ്രാഫിൽ
സത്യത്തിൻ്റെ അറിവ് എന്ന് പരാമർശിക്കുന്നത് ഇതിനെക്കുറിച്ച് എന്താണ്? സത്യത്തിൻ്റെ അറിവ് എന്താണ്? വിശുദ്ധ ഗ്രന്ഥം ടീം വടക്കഞ്ചേരി. വിശുദ്ധ ഗ്രന്ഥം സത്യം പഠിപ്പിക്കുന്നു. രണ്ടാമത് പറയാൻ വന്നത് ശരിയായിരുന്നു, പക്ഷെ ആദ്യത്തേതാണല്ലോ എനിക്ക് ഉത്തരമായി സ്വീകരിക്കാൻ പറ്റും. സത്യത്തിൻ്റെ അറിവ് എന്ന് വിളിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ്. അവിടുന്ന് അരുൾ ചെയ്തു, ഞാനാണ് സത്യം, വഴിയും സത്യവും ജീവനും ഞാനാണ്. അതുകൊണ്ട് നമുക്ക് സംലഭ്യമായിരിക്കുന്ന സത്യത്തിൻ്റെ അറിവ്, ദ നോളജ് ഓഫ് ട്രൂത്ത്, അത് ഈശോ മിശിഹായാണ്. ഒരു സെക്കൻഡ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കാമായിരുന്നു, അല്ലേ? ഇനി വീണ്ടും നിങ്ങൾക്കൊരു ഹെൽപ്പ് ഡെസ്കിൻ്റെ സാധ്യതയും ഉണ്ടായിരുന്നു, അതും ഉപയോഗിക്കാമായിരുന്നു. സാറേ, ഉത്തരമറിയാത്തത് കൊണ്ടായിരിക്കില്ല, അല്പം ഒന്ന് ധൃതിപ്പെട്ടത് കൊണ്ട്. സാരമില്ല, ശാന്തമായി അടുത്ത ചോദ്യത്തെ നേരിട്ടാലോ? ശാന്തമായി അടുത്ത ചോദ്യത്തെ നേരിട്ടാലോ? 100 പോയിന്റാണ് കിട്ടാനിരിക്കുന്നത്. 100 പോയിന്റ് അല്ലേ കിട്ടാനിരിക്കുന്നത്? ക്വിറ്റ് ചെയ്യാൻ പോവാണോ? നിങ്ങൾക്ക് ഭയമാണോ? ചെറിയൊരു ഭയമുണ്ട്. ചെറിയൊരു ഭയമുണ്ട്. ക്വിറ്റ് ചെയ്യാനാണ് നിങ്ങളുടെ തീരുമാനം. ശരി, ഇവർ ക്വിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ മത്സരം അവസാനിക്കുമ്പോൾ ആരൊക്കെയാണ് അടുത്ത ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നാം നോക്കുകയാണ്. ഈ മത്സരത്തിൻ്റെ സമാപനത്തിലേക്ക് എത്തുമ്പോൾ 2 ടീമുകളാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 2ാം സ്ഥാനത്ത് ടീം പൊമ്പ്ര, 1ാം സ്ഥാനം പങ്കിട്ടെടുത്തിരിക്കുകയാണ്. 160 പോയിന്റുമായി ടീം വടക്കഞ്ചേരിയും ടീം ഒലവക്കോടും ഒരുമിച്ച് 1ാം സ്ഥാനത്ത്. നമുക്കറിയാവുന്നതുപോലെ 2 ടീമുകൾ മാത്രമാണ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത്. ടീം വടക്കഞ്ചേരിയെയും ടീം ഒലവക്കോടിനെയും അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ടീം പൊമ്പ്ര, നിങ്ങൾ ശരിക്കും 2ാം സ്ഥാനത്താണ്. പക്ഷേ എങ്കിലും 2 ടീമുകൾ മാത്രം തിരഞ്ഞെടുക്കപ്പെടുന്നത് കൊണ്ട് ഒരു ടീം പുറത്തേക്ക് പോകേണ്ടതായിട്ട് വരുന്നു. നിങ്ങൾ നന്നായിട്ട് അധ്വാനിച്ചിരുന്നു, അല്ലേ? നന്നായിട്ട് പഠിച്ചു, പരിശ്രമിച്ചു, നിങ്ങൾ നന്നായിട്ട് പങ്കെടുത്തു, 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. പൊമ്പ്ര പോലെയുള്ള ഒരു ചെറിയ ഇടവകയിൽ നിന്ന് കരുത്തരായ അമ്മമാരാണ് ഇവിടെ എത്തിയത്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ യാത്രയാക്കുകയാണ്. അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ. പെനുവേൽ, ദ ഫേസ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ പ്രശാന്തമായ മുഖം. ആ മുഖത്തിന്റെ ദർശനമാണ് ഓരോ എപ്പിസോഡ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാം കണ്ടുമുട്ടും അടുത്തയാഴ്ച പുതിയ ടീമുകളും പുതിയ ചോദ്യങ്ങളുമായി. അതുവരെ മിശിഹായുടെ സ്നേഹത്തിലായിരിക്കുക, പരിശുദ്ധ സഭയുടെ സംരക്ഷണം അനുഭവിക്കുക. പ്രാർത്ഥനയിൽ കണ്ടുമുട്ടാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.